സോ ഹേ ഗൈസ്, പുതിയൊരു സൊമാറ്റോ വീഡിയോയിലേക്ക് ഇപ്പോൾ ഒരു ഓർഡർ വന്നിട്ടുണ്ട്. ഓർഡർ ഐഡിയൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് രാവിലെ അമ്മ വച്ചതാണ്. 500 ml പെട്ടിയാണ്. നമ്മുടെ പായസം ഇതൊരു സൊമാറ്റോ റൈഡ് പോണ വീഡിയോ അല്ല, നമ്മളൊരു ക്ലൗഡ് കിച്ചൺ പോലെ സൊമാറ്റോ രജിസ്റ്റർ ചെയ്തു. സോ അതിന്റെ ഒരു വീഡിയോ ആണ്. നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് ഒരു 3 ആഴ്ചയായി. ഫസ്റ്റ് ആഴ്ച നമ്മൾ കട്ട് ഫ്രൂട്ട്സ്, പിന്നെ ABC ജ്യൂസ്, അങ്ങനത്തെ ജ്യൂസ് ഐറ്റംസ് ആണ് കൊടുത്തത്. ഓണത്തിന്റെ തലയാഴ്ച അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഉച്ചയ്ക്ക് ബിരിയാണി കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ രാത്രി നമ്മൾ ഒരു ചിരട്ടപ്പുട്ട് കോമ്പോ, ചിരട്ടപ്പുട്ടും പിന്നെ 2 പീസ് ചിക്കൻ കറിയും കൂടെ അങ്ങനെ കൊടുത്തു. അതും അത്യാവശ്യം 1-2 ഓർഡറൊക്കെ വന്നു. ഓർഡറൊക്കെ കുറവായിരുന്നു. നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ദുദ്ദു ഈറ്റ്സ് എന്നാണ് നമ്മുടെ ക്ലൗഡ് കിച്ചന്റെ പേര്. നിങ്ങൾക്ക് സൊമാറ്റോ പോയി സെർച്ച് ചെയ്താൽ കാണാം. ഓണത്തിന്റെ തലയിലേക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അപ്പൊ അങ്ങനെ അതൊക്കെ ചെറിയ ചെറിയ ഓർഡർ 2-3 ഓർഡറൊക്കെ വെച്ച് കിട്ടി. പിന്നെ നമ്മൾ ഓണത്തിന്റെ തലേ ദിവസം സദ്യ കൊടുത്തു നോക്കുക എങ്ങനെ ആയിരിക്കുമോ നോക്കാൻ വേണ്ടി നമ്മൾ ഒരു 5 സദ്യ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നു. ഐറ്റങ്ങളൊക്കെ എല്ലാം നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത്. പിന്നെ 2 ഐറ്റം എല്ലാം കൂടെ അമ്മയ്ക്ക് ഉണ്ടാക്കാൻ പറ്റതുകൊണ്ട് 2 ഐറ്റം ആന്റി ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. ഒരു 11 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഓൺലൈനായി. ഞാൻ 2 ഐറ്റം ആന്റിയുടെ വീട്ടിൽ പോയി എടുക്കാൻ പോയിട്ട് തിരിച്ചു വന്നു. ഇപ്പൊ വീട് നിറച്ച് സൊമാറ്റോ റൈഡേഴ്സ്. സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഓൺലൈൻ ആക്കി ഇട്ടിട്ട് അങ്ങ് പോയി. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ആഴ്ച കൊടുത്തിട്ട് വലുതായിട്ട് ഓർഡർ ഒന്നും വന്നില്ല. ഞാൻ വിചാരിച്ചു പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ വലുതായിട്ട് ഓർഡർ ഒന്നും വരൂല, പയ്യെ ഓർഡർ വരുവാണെന്ന് വിചാരിച്ച് ഞാൻ ഓൺലൈൻ ആക്കിയിട്ട് അങ്ങ് പോയി. വന്നു നോക്കിയപ്പോൾ ഒരുപാട് ഓർഡർ വന്ന് ആകപ്പാട് 5 പ്രിപ്പയർ ചെയ്ത് വെച്ചോളൂ. അമ്മയ്ക്കാണെങ്കിൽ ഇത് സംഭവം അറിയാം, പക്ഷെ കൂടുതൽ ഫെമിലിയർ അല്ലായിരുന്നു ഈ ആപ്പിന്റെ ഇന്റർഫേസ് സംഭവം. അമ്മ വന്ന ഓർഡർ ഒക്കെ അക്സെപ്റ്റ് ചെയ്തു. ഒരു 10-12 ഓർഡർ വന്നു, അതെല്ലാം അക്സെപ്റ്റ് ചെയ്തു. ആകപ്പാട് 5 സദ്യ കൊടുക്കാനുള്ള ഐറ്റം മാത്രമേ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള എല്ലാം ക്യാൻസൽ ചെയ്തു. പിന്നെ എല്ലാവരും കൂടെ ഇവിടെ വന്നപ്പോൾ നമുക്ക് ടെൻഷൻ ആയിപ്പോയി. പിന്നെ നമ്മളെ പാക്കിംഗ് ഒക്കെ അത്ര ശരിയായില്ല. അങ്ങനെ ഒരുവിധം ഓണത്തിന്റെ തലേദിവസം നമ്മൾ ഒരുമാതിരി ഒപ്പിച്ചൊക്കെ കൊടുത്ത് പിന്നെ നമ്മൾ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി അടുത്ത ദിവസം, അതായത് തിരുവോണത്തിനന്ന് നമ്മൾ ഒരു 25 സദ്യ പ്രിപ്പയർ ചെയ്ത് നമ്മൾ ഫുൾ റെഡി ആയിട്ടൊക്കെ ഇന്ന് ഒരു രാവിലെ ഒരു 6 മണിക്കൊക്കെ തന്നെ എണീച്ച് എല്ലാം പ്രിപ്പയർ ചെയ്ത് ഒരു 10:45 ആയപ്പോൾ തന്നെ നമ്മൾ ആ സദ്യ അടക്കം പാക്ക് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഒരു 11 മണിയായപ്പോൾ ഓൺലൈനായി. 15 മിനിറ്റ് കായ് 25 സദ്യയും പോയി. എന്റെ പൊന്നോ, 15 മിനിറ്റ് കൊണ്ട് എല്ലാ സദ്യയും തീർന്ന്. നമ്മളിവിടെ പാക്ക് ചെയ്ത് വെച്ചിരുന്നത് കൊണ്ട് തന്നെ വന്നപ്പോൾ പെട്ടെന്ന് എടുത്ത് കൊടുക്കാനും പറ്റും. പിന്നെ അടുത്ത ദിവസം നമ്മുടെ തിരുവോണം നെക്സ്റ്റ് തൊട്ടടുത്തിടെ അന്നും ഒരു 35 സദ്യ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നു. 1/4 മണിക്കൂറിനകത്ത് തന്നെ അതും തീർന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു നമ്മുടെ സൊമാറ്റോ ക്ലൗഡ് കിച്ചൺ ജേണീസ്. എന്നിട്ട് നമ്മൾ 2 ദിവസം ഒന്നും ചെയ്തില്ല. അമ്മയ്ക്ക് വയ്യായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഇത്രയും ഫുഡും പ്രിപ്പയർ ചെയ്ത അമ്മ തന്നെയായിരുന്നു. ആദ്യത്തെ ദിവസം 5 പേർക്കുള്ളത്, പിന്നെ അടുത്ത ദിവസം 25 പേർക്കുള്ളത്, പിന്നെ അടുത്ത ദിവസം 35 പേർക്കുള്ളത്. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച് എല്ലാം പോയിട്ടുണ്ടായിരുന്നു. എല്ലായിടത്തും ആ സമയത്ത് സദ്യ ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ കൊടുത്തതുകൊണ്ട് എല്ലാവരും മേടിച്ചു. പിന്നെ ഇന്ന് രാവിലെ അമ്മ അമ്പലപ്പുഴ പാൽപ്പായസം തയ്യാറാക്കി വെച്ചിട്ട് പോയിട്ടുണ്ട്. ഞാനിപ്പോ സൊമാറ്റോ ഇതിൽ ഓൺലൈനാണ് കാണിച്ചു തരാം. ഇതാണ് സൊമാറ്റോ റെസ്റ്റോറന്റ് പാർട്ണറാണ്. ദുദ്ദു ഈറ്റ്സ് എന്നാണ് നമ്മുടെ കിച്ചന്റെ പേര്. ഇതാകണ്ട, ഇങ്ങനെ നിങ്ങൾ ദുദ്ദു ഈറ്റ്സ് എന്ന് സെർച്ച് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. ഇതാണ് ഇന്റർഫേസ്. ഹോം ഇതാണ്. ഇന്നത്തെ ഇവിടെ കച്ചവടം നടന്നെന്നൊക്കെ ഇതിൽ എഴുതി കാണിക്കും. ഇതാണ് നമ്മുടെ മെനു. ആദ്യം ആഡ് ചെയ്ത സാധനമായിരുന്നു ഈ കട്ട് ഫ്രൂട്ട്സ്, പിന്നെ ബിവറേജസിലെ ABC ജ്യൂസ്, പിന്നെ കപ്പ ചിക്കൻ കറി കോംബോ, ലഞ്ച് ബിരിയാണി. ഒരു ദിവസം ബിരിയാണി വെച്ച് നോക്കി. നമ്മൾ ഈ സദ്യയാണ് പോയത്. കണ്ട 10-65ഓളം സദ്യ നമ്മൾ ഈ ഓണത്തിന് കൊടുത്തു. പിന്നെ അതാ ഇപ്പോഴും ഓൺലൈനാക്കി ഇട്ടിരിക്കണം എന്ന് വെച്ചാൽ അമ്പലപ്പുഴ പാൽപ്പായസം. നമ്മൾ ഇന്നലെ ഈ സെയിം പാൽപ്പായസം രാത്രി തയ്യാറാക്കി വെച്ചിരുന്നു. അത് 2 പോയി. ഇന്ന് രാവിലെ അമ്മ വീണ്ടും വേറെ പായസം തയ്യാറാക്കി വെച്ചിട്ട് പോയിട്ടുണ്ട്. ഇന്ന് നമുക്ക് എത്ര ഓർഡർ വരുമെന്നൊക്കെ നോക്കാം. 10 മണി തൊട്ട് ഓൺലൈനായാണ്. മണി 10:30 ഇതുവരെ ഓർഡർ ഒന്നും വന്നിട്ടില്ല. നമുക്ക് എന്തായാലും ഒരു 12 മണി വരെയൊക്കെ നോക്കാം. ഗായ്സ്, അങ്ങനെ 11:15 ആവാറായപ്പോൾ ഒരു ഓർഡർ വന്നിട്ടുണ്ട്. ഒരു പാൽപ്പായസത്തിന്റെ ഓർഡറാണ്. നമുക്ക് എന്തായാലും അത് പാക്ക് ചെയ്യാം. പാക്ക് ചെയ്യാനുള്ള സാധനമൊക്കെ നമ്മൾ നേരത്തെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് പെട്ടി. 500 ml പെട്ടിയാണ്. നമ്മൾ 450 ml ആണ് കൊടുത്തിരിക്കുന്നത്. 100 രൂപയ്ക്ക് 450 ml പായസം. ഓക്കെ, പായസം അവിടെ ഉണ്ട്. നമുക്ക് ഈ പായസം ഇതിലോട്ട് പാക്ക് ചെയ്യാം. സോ ഗായ്സ്, അങ്ങനെ നമ്മൾ പായസമൊക്കെ പാക്ക് ചെയ്ത്, പാക്കിംഗ് ഒക്കെ നല്ലതാണെന്ന് വിശ്വസിക്കുന്നു. നല്ല ടാപ്പൊക്കെ ചെയ്ത് അടിപൊളിയാക്കി നമ്മൾ ആ ഓർഡർ ഐഡി ഒക്കെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൽ റെഡി എടുക്കാം. റെഡി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓർഡർ പിക്ക് ചെയ്യാനുള്ള ആൾ 7 മിനിറ്റ് വരുമെന്നാണ് പറയുന്നത്. നമുക്ക് ആള് ട്രാക്ക് ഒക്കെ ചെയ്യാൻ പറ്റും. ആൾ എവിടെ നിൽക്കണ്ടെന്നൊക്കെ കണ്ട ഇവിടെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. ഓക്കെ, എനിവേ നമുക്ക് ആള് വരും വരെ വെയിറ്റ് ചെയ്യാം. സോ ഗായ്സ്, അങ്ങനെ ആള് വന്നു. നമ്മൾ ഓർഡർ കൊണ്ട് കൊടുത്തായിരുന്നു. ഓർഡർ പിക്കഡ് അപ്പ് എന്ന് കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത ഓർഡർ വരും വരെ വെയിറ്റ് ചെയ്യാം. ഇനി എപ്പോൾ വരുമെന്നൊന്നും അറിഞ്ഞൂടാ. ഉച്ചക്കൊക്കെ പായസം കുടിക്കാൻ ആർക്കെങ്കിലും തോന്നി ഓർഡർ ചെയ്യുമെന്ന് തോന്നണം. ഓക്കെ ഗായ്സ്, അങ്ങനെ വീണ്ടും 2 ഓർഡറും കൂടെ വന്നിട്ടുണ്ട്. പാൽപ്പായസം തന്നെ 200 രൂപയുടെ ഓർഡറാണ്. നമുക്കിനി അത് 2 കൂടെ പാക്ക് ചെയ്യാം. അങ്ങനെ ഞാൻ ചെറുതായിട്ട് ഒന്നുകൂടെ ചൂടാക്കിയാണ്. സംഭവം ഇത് രാവിലെ അമ്മ വെച്ചതാണ്. ചെറിയൊരു ചൂടിന്റെ കുറവുണ്ട്. 2 ഓർഡറും കൂടെയാണ് ഇപ്പൊ വന്നത്. അപ്പൊ അതിനും കൂടെ ഉള്ളതേ വരുള്ളൂ. അപ്പൊ ഞാൻ ഇതും കൂടെ കൊടുത്തിട്ട് ഓഫ്ലൈൻ ആക്കാം. എന്തായാലും നമുക്കിനി ഇത് പാക്ക് ചെയ്യാം. നമ്മൾ പെട്ടി വാങ്ങിച്ചത് ചാലക്കകത്തുനിന്നാണ്. 50 എണ്ണത്തിന് 200 രൂപ. 500 ml പെട്ടിയാണ്. എനിവേ, അപ്പൊ നമുക്ക് ഈ പായസം എടുത്ത് ഇതിനകത്തോട്ട് ഫില്ല് ചെയ്യാം. സോ ഗായ്സ്, അപ്പൊ ആ ഓർഡറും ഡെലിവറി ബോയ് ഒന്ന് പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് കിട്ടിയ ഓർഡർ 3 ആണ്. 3 ഓർഡറിനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ പായസം എന്താ തീർന്നിട്ടുണ്ട്. നീ ഏകദേശം 1 ഗ്ലാസ് വരും. അതിന് ഞാൻ കുടിക്കാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഗായ്സ്,
ഗൈസ്, അപ്പൊ നമ്മുടെ സ്ലോട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളത് ഓഫ്ലൈൻ ആയിട്ടുണ്ട്. നമ്മുടെ സൊമാറ്റോ ഓർഡർ പോലെ തന്നെ ഔട്ട്ലെറ്റ് ടൈമിംഗ് നമുക്ക് സ്ലോട്ട് ഒക്കെ നേരത്തെ ബുക്ക് ചെയ്യണം. കണ്ട ഔട്ട്ലെറ്റ് ടൈമിംഗ് ഇതിൽ കണ്ട ഏതൊക്കെ ദിവസം എപ്പോഴൊക്കെ കൊടുക്കണമെന്നൊക്കെ നമുക്ക് ഇവിടെ സ്ലോട്ട് ബുക്ക് ചെയ്യാം. ആ ബുക്ക് ചെയ്യണ അനുസരിച്ചാണ് നമ്മൾ ഓൺലൈൻ ആവുന്നത്. നമ്മൾ ഫോൺ എടുത്ത് ഓൺലൈൻ ആക്കണ്ട, ഓൾറെഡി താനേ അത് ഓൺലൈൻ ആവും. നമുക്ക് എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം 3 ഓർഡർ കൊടുത്തതിൽ. 100 എന്നാണ് എഴുതിയിരിക്കുന്നത്. സംഭവം ഇത് കുറച്ചു നേരം കഴിഞ്ഞ് എമൗണ്ട് അപ്ഡേറ്റ് ആവും. നമുക്കിപ്പോ 3 ഒരെണ്ണം 100 രൂപ വെച്ച് 300 രൂപയ്ക്ക് ഉള്ള ഐറ്റം നമ്മൾ കൊടുത്തിട്ടുണ്ട്. സൊമാറ്റോ എത്ര രൂപ പിടിക്കും, അതും കൂടെ പിടിച്ചിട്ട് നമുക്കൊരു 250-260 രൂപ അടുപ്പിച്ചാണ് കിട്ടുന്നത്. അപ്പൊ ഗൈസ്, നമ്മളെ സൊമാറ്റോ ക്ലൗഡ് കിച്ചൺ ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ കമന്റ് ചെയ്യുക ഗൈസ്. ഞാൻ മൊത്തത്തിൽ എല്ലാം കൂടെ പറഞ്ഞു തന്നൊരു വീഡിയോ ചെയ്യാം. സോ സംഭവം ഇങ്ങനെയൊക്കെയാണ്. പല ദിവസവും പല വെറൈറ്റി ഡിഷൊക്കെ കൊടുക്കാന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഓർഡർ വന്നാൽ മതിയായിരുന്നു. നിങ്ങൾക്ക് നമ്മുടെ ക്ലൗഡ് കിച്ചൺ കാണണമെങ്കിൽ നമ്മുടെ സൊമാറ്റോ ആപ്പിൽ കയറിയിട്ട് ഡുഡു വീഴ്ച അടിച്ചു നോക്കിയാൽ മതി, കാണാൻ പറ്റും. നമ്മളിപ്പോ ആപ്പാടെ കുറച്ച് സംഭവം മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ബിരിയാണി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഊൺ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ കപ്പ ആൻഡ് ചിക്കൻ കറി കോംബോ, പിന്നെ ചിരട്ടപ്പുട്ട് കോംബോ, പിന്നെ അല്ലാതെ കറികൾ. എല്ലാ ദിവസവും എല്ലാം ഇല്ല, നമുക്ക് പറ്റുന്ന ദിവസം പറ്റുന്ന ഐറ്റങ്ങൾ കൊടുക്കാന്ന് വിചാരിക്കുന്നു. ആ സൊമാറ്റോ വീഡിയോ വേണ്ടി ഞാൻ നാളെ സൊമാറ്റോയ്ക്ക് പോകും. അപ്പൊ എടുത്തിട്ട് നമ്മുടെ സൊമാറ്റോ റൈഡ് വീഡിയോ ഇടാന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മുടെ ഈ സൊമാറ്റോ ക്ലൗഡ് കിച്ചൺ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്ത വീഡിയോ കാണാം.